ഹലോ എവരിവൺ, ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്നത് ഈ സമീപകാലത്ത് ജനപ്രീതി നേടിയ ചിത്രം തുടരും. നമുക്കറിയാവുന്നതാണ്, ഇതിനു മുമ്പ് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ വന്ന മൂവിയാണ് എമ്പുരാൻ. അത് അത്ര വലിയ പടമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ പടത്തിലെ വയലൻസ് സീക്വൻസ് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പടം കുറെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഈ തുടരും എന്ന പടത്തിൽ നോക്കിയാൽ ഈ പടം റിലീസിന് ചെയ്യുന്നതിന് മുമ്പ് വലിയ പബ്ലിസിറ്റി കൊടുത്തില്ല. എന്നാൽ ആദ്യ ഷോയ്ക്ക് ശേഷം വമ്പൻ പബ്ലിസിറ്റിയാണ് നേടിയത്. ഇപ്പോഴിത് ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ മറ്റൊരു നാഴികക്കല്ലും പിന്നിട്ടിരിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ പടം ഇതിലെല്ലാവരും നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് എന്ന് തന്നെ പറയാം. മോഹൻലാൽ, ശോഭന കൂട്ടുകെട്ട് 15 വർഷങ്ങൾക്ക് ശേഷം ബിഗ് സ്ക്രീനിൽ ഒന്നിക്കുന്നത് കുടുംബ പ്രേക്ഷകരെ ഏറെ ആകർഷിക്കുന്ന ഘടകമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതിലെ വില്ലനായിട്ട് വരുന്ന പ്രകാശ് വർമ്മ, അദ്ദേഹം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. എന്നാൽ ആദ്യം കണ്ടുമുട്ടുമ്പോൾ നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെ തോന്നുമെങ്കിൽ പിന്നീട് അങ്ങോട്ട് മട്ടും ഭാവം മാറുന്നതും എന്താ പറയുക, ഒരുതരം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു വില്ലനായിട്ടാണ് ഇതിൽ പ്ലേ ചെയ്യുന്നത് എന്ന് തന്നെ പറയാം. എന്തായാലും സമ്മതിച്ചു കൊടുക്കണം. ട്രാക്കന്മാർ നൽകുന്ന വിവരമനുസരിച്ച് ഈ പടം ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ പല റെക്കോർഡുകളും ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതാണ്. ഈ പടം കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നത് ചോദിച്ചാൽ ഇതൊരു ഫാമിലി ഡ്രാമ മൂവിയാണ്. നമ്മളെ ശരിക്കും ഫീൽ ചെയ്യുകയും അതേപോലെ നമ്മളെ പിടിച്ചിരുത്തുകയും ചെയ്യുന്ന മലയാള സിനിമകളിൽ ഒന്ന് എന്ന് തന്നെ പറയാം. സോ നിങ്ങൾ ഈ മൂവി കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ബൈ.